ഹലോ കൂട്ടുകാരെ, അപ്പോഴേ ഇന്ന് നമ്മുടെ ഡോറയ്ക്കാണെങ്കിൽ തലവെറ്റിലും ഛർദിലായിട്ട് കിടക്കട്ടെ. നമ്മൾ രാവിലെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്നത്തെ പാചകം ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ അതെൻ്റെ മീൻ വെട്ടാൻ എടുത്തു വെച്ചു, ഫ്രിഡ്ജിൽ ഇരുന്നത്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മത്തിയാണ്, പക്ഷേ ഇതൊരു വേറെ ഇനം മത്തീൻ്റെ പേരെനിക്കറിയില്ല. ഇന്നലെ നാസി പറഞ്ഞായിരുന്നു എന്തോ ഒരു പേര്, എനിക്കിതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇത് ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചിരുന്നത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിന് ചെതമ്പലൊന്നും അങ്ങനെ അധികം ഇല്ല കേട്ടോ. വലിയ ചെതമ്പലും കാര്യങ്ങളൊന്നുമില്ല. തലയും വാലുമൊക്കെ വെട്ടി അങ്ങനെ ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ. വലിയ സീനുള്ള മീനല്ല, പെട്ടെന്ന് വെട്ടിത്തീരും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഇതുകൊണ്ടൊരു വെറൈറ്റി കറി വയ്ക്കാമെന്ന്. ഇത് കറി വെച്ച് കഴിഞ്ഞാൽ പൊളർന്നു പോകും, എല്ലാവർക്കും അറിയാമല്ലോ. ഇത് കറി വയ്ക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് പൊളർന്നു പോകുന്നൊരു ടൈപ്പ് മീനാണ്. അപ്പോൾ ഞാൻ ഇന്ന് വേറൊരു രീതിയിൽ, ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്കിന്ന് ഇത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വെട്ടി വൃത്തിയാക്കണം. ചോറ്റിന് വെള്ളം അടുപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വേവിച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഡോറേനെ വിളിക്കാം. ഡോറൊന്നും കഴിച്ചില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല, വൈകിട്ട് കിടക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് അടക്കാം. അങ്ങനെ നമ്മൾ ആ മീൻ വറുത്ത് വെച്ചു. ഇവിടെ അരപ്പ് റെഡിയാക്കി വെച്ചിരിക്കുക. മീൻ വറുത്ത സമയത്തുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഞാനിവിടെ ഈ അടുപ്പ് നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഇതില്ല കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ ഈ ഡൈനിങ് ടേബിളിൽ മേളിൽ വെച്ച് വർക്ക് ചെയ്താൽ എന്തുകൊണ്ടോ ഫുള്ള് എണ്ണ തെറിച്ച് ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഡോറയ്ക്ക് വയ്യാത്തതുകൊണ്ടുകൂടി പിന്നെ ഗ്യാസൊക്കെ ലാഭിക്കണമല്ലോ ഇപ്പം. ഇതുകൊണ്ടില്ലേ എല്ലായിടത്തും എണ്ണ തെറിച്ച് ആകെ മൊത്തം സീനായി. ഇത് ഫുള്ള് ഇനി ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ ഈ കൂനുമേൽ കുരുമോങ്ങാനിരിക്കുന്ന നാട് തന്നെ തേങ്ങ വേണമെന്ന് പറയത്തില്ല, അതേ അവസ്ഥയാണ്. അങ്ങനെ മീൻ എന്തായാലും വറുത്ത് വെച്ചു. ഇനി അരപ്പ് തിളച്ച് കഴിയുമ്പം അതിനകത്തോട്ട് നമുക്ക് ഈ വറുത്ത് വെച്ച മീൻ ഇട്ടിട്ട് എടുക്കാം. ഇതിൽ നമ്മളിപ്പോൾ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകലം കുരുമുളക് പൊടി, പിന്നെ സവാള ഇട്ട് നമ്മൾ വഴറ്റിയുണ്ട്. സവാള വഴറ്റിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ. എനിക്ക് പനി ആയതുകൊണ്ട് ഈ തൊണ്ടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട്. അപ്പം ഇനി നമുക്കിത് അതിനകത്തോട്ട് ഇടണം. ഇത് തിളയ്ക്കാൻ വിടാം കേട്ടോ, കാണിച്ചു തരാം. എന്നിട്ട് അങ്ങനെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മത്തി ഇട്ട് കൊടുക്കാവേ. മത്തി ഇതാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കറിയും ചാറൊക്കെ ആയിട്ട് മിക്സ് ആവാൻ വേണ്ടി, ഗ്രേവി ആയിട്ട് നന്നായി ഒന്ന് മിക്സാണ്. ഓൾറെഡി മീനും വേവിച്ചു, അതുപോലെ തന്നെ ഗ്രേവി നല്ല തിളച്ചിരിക്കുകയാണ്. സവാളയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിട്ടതിന് ശേഷം നമ്മൾ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നോക്കണം കേട്ടോ, ഉപ്പും എരിവൊക്കെ കറക്റ്റാണോ പാകത്തിനാണോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അതുകൂടെ ഉള്ളൂ, വേറെ ഒരു ഇതുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. കണ്ട സെറ്റായില്ലേ. ഇതാകുമ്പോഴത്തേക്ക് മീനൊന്നും ഉടയത്തില്ല കേട്ടോ. ഇങ്ങനെ വറുത്തിടുമ്പോഴത്തേക്ക് ഈ മീനിൻ്റെ പ്രത്യേകത ഉടയും എന്നുള്ളതാണ്. നന്നായിട്ട് ഉടയും ഈ മീൻ കേട്ടോ കറി വയ്ക്കുമ്പം. അപ്പം ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ വറുത്തിടുമ്പം ആ ഒരു പ്രശ്നമില്ല. വേണ്ട, കണ്ട നല്ല കൊഴുത്ത ഗ്രേവി കണ്ട. എനിക്ക് ഇങ്ങനത്തെ ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ്, ടേസ്റ്റുണ്ട്. പിന്നെ ഞാനിത് വെച്ചിട്ട് ഒരു ഫോൺ വന്നപ്പോൾ അങ്ങോട്ടൊന്ന് പോയി കേട്ടോ. അപ്പോൾ അന്നേരം മീൻ ഇട്ടിട്ടില്ലായിരുന്നു, കറി അങ്ങ് പറ്റിപ്പോയി. അത് ഒരിച്ചിരി അരപ്പൊന്ന് ഇതായിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഓക്കെയാണ്. നമുക്കിനി ഡോറയ്ക്ക് ചോറ് കൊടുത്തിട്ട് ഡോറയോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമുക്കിനി ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. ഇവിടെ എല്ലാം ഭയങ്കര വൃത്തികേടായി. ഡോറ വന്നു കഴിഞ്ഞാൽ ഡോറ ഇങ്ങനെയൊന്നും ഇടുന്നില്ല. വന്ന് കണ്ടു കഴിഞ്ഞാൽ കിട്ടും. ഇത് പോകുമെന്ന് തോന്നുന്നില്ല. ഈ മഞ്ഞളിൻ്റെയും എണ്ണയുടെയൊക്കെ ഇതല്ലേ, അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്കിനി ജസ്റ്റ് തുടച്ച് നോക്കാം. ഇവിടെയൊക്കെ ആയിട്ടുണ്ട്, എല്ലാം ആയി. ഡോറ എപ്പോഴും പറയാം, നീ എന്നെ കുക്കിങ്ങിന് കയറ്റിക്കഴിഞ്ഞാൽ ഞാൻ അടുക്കള മൊത്തം കൊളാക്കി വയ്ക്കുന്നു. നമുക്ക് തുടച്ച് വൃത്തിയാക്കാം. നമ്മൾ ഡൈനിങ് ടേബിളല്ലേ, ഇവിടെ വന്നിരുന്ന് ചോറ് കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ വൃത്തിയതല്ലേ. നമുക്ക് പ്ലഗ് പോയിൻ്റ് ഇല്ല അടുക്കളയിൽ. എനിക്കിനി അതെല്ലാം ചെയ്യാം. നമ്മളന്ന് ചെയ്ത സമയത്ത് അന്ന് അടുക്കള കെട്ടിയിട്ടില്ലായിരുന്നു, നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്കാണെങ്കിൽ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം ഇനി വേണം നമുക്ക് എല്ലാം ചെയ്യാനായിട്ട്. പിന്നെ അന്ന് എല്ലാം ചെയ്യാനുള്ള പൈസയിലായിരുന്നു. ഉള്ളത് വെച്ചിട്ട് നമ്മളെല്ലാം അങ്ങ് അഡ്ജസ്റ്റ്. അന്നുമില്ല, പഴയ അടുക്കള നമ്മുടെ ഈ ഡൈനിങ് ടേബിൾ കിടക്കുന്നിടത്തായിരുന്നു പഴയ അടുക്കള. അപ്പം അതുകൊണ്ട് അന്ന് ഇവിടെ മാത്രം പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ മാറി. ഇനിയിപ്പം അടുക്കളയിലേക്ക് ചെയ്യണം. അപ്പോൾ എല്ലാം വൃത്തിയാക്കി ഇനി നമുക്ക് ഡോറേനെ കൂട്ടിക്കൊണ്ട് നിർത്തിയിട്ട് കഴിപ്പിക്കാൻ കൊടുക്കാം.
അപ്പോൾ നമ്മുടെ കറി താണ്ട സെറ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അയ്യോ ചൂട് വേണ്ടേ കറിയുണ്ട്. ഡോറ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. തലകറക്കമൊക്കെയാണ്, ഛർദിലായിരുന്നു രാവിലെ, അതിൻ്റെ ക്ഷീണമാണ്. ട്രിപ്പ് ഇടണമെന്ന് ചോദിച്ചപ്പം ട്രിപ്പ് ഇടണ്ടെന്ന് പറഞ്ഞ് വന്നേക്കും കേട്ടോ. അപ്പം ഡോക്ടർ മേഡം പറഞ്ഞ് ഇനി ഛർദിൽ വരുവാണെങ്കിൽ കൊണ്ട് എന്നോണം ട്രിപ്പ് അന്നേരം ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അപ്പോൾ അതിൻ്റെ ചോറ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി എടുക്ക്. കറി ഇച്ചിരി കങ്ങിയിട്ടുണ്ട്. എന്താ കറി എടുക്കാൻ ആണോ? എന്നാ എടുത്ത് പിടിക്കും കയ്യിൽ. എത്ര നേരം പിടിക്കുന്നു ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊക്ക് നീ എടുക്ക് ഇച്ചിരി. ഞാനൊരു ഫോൺ വന്നപ്പോ ഉണ്ടല്ലോ, മീൻ ഇട്ടിട്ടില്ലായിരുന്നു. അരപ്പ് അങ്ങനെ വെച്ച് തിളക്കുമ്പോ അത് മീൻ വറുത്തില്ല, അത് അരപ്പ് ഇതായതാ. അത് അരപ്പിന്റെ ഇതാ. മീൻ വറുത്ത അരപ്പ് എണ്ണക്കകത്ത് അങ്ങനെ കിടക്കത്തില്ലേ, അതിന്റെയാ. ഇത് അങ്ങനെ വീട്ടിലൊന്നും പിടിച്ചില്ല. സംഭവം എനിക്ക് തോന്നുന്നറിയോ, മത്തി തീയല്. മത്തി തീയലോ? അതുപോലെ നല്ല അല്ല ഞാൻ പറഞ്ഞത് നല്ല മത്തി കഴിക്കണോ? ശകലം കഴിച്ചോ. നല്ല മത്തിയാ, ഫ്രഷ് മത്തിയാ, ചീത്ത മത്തിയൊന്നുമല്ല. ഒരിത്തിരി കഴിക്കാം, അങ്ങനെയൊന്നും ആവത്തില്ലായിരിക്കും. മതി, നീ എടുത്ത് കഴിക്ക്. എന്റെ ഫോൺ ഇങ്ങനെ പിടിച്ചിരുന്ന എന്റെ കൈ കഴിക്കുന്നു. നീ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. ചൂടല്ലേ? കൂടുതലാണോ? ചൂട് വെച്ചാ എടുക്കാൻ പറ്റുന്നില്ല. ഒരു ചൂടും ഇല്ല. അതിനല്ലെന്ന് ചൂട്, കഷ്ണം താ. അതൊക്കെ തരാം. അതിന് ചോറ് ആവി പറക്കുന്നുണ്ടോ? പിന്നെ മീനിന്റെ ചൂട് മീനകത്ത് ആവി പറക്കാതെ. ആ കങ്ങി ഒരു ചവ ഉള്ളല്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ തോന്നുന്നില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തു കങ്ങൂര്. ചോറിന്റെ കൂടെ കഴിച്ചപ്പോ ഇല്ല. മീൻ തന്നെ കഴിച്ചോ? ഇല്ല. പക്ഷെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, അങ്ങനെ കങ്ങീത് വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. മീൻ വറുത്തതിനകത്ത് ഇച്ചിരി ഉപ്പ് മുന്നേ വയ്ക്കുക. അത്രയും ചൂടൊന്നുമില്ല. മീൻ വറുത്തതിനകത്ത് ഇച്ചിരി ഉപ്പ് മുന്നേ പോകുന്നുണ്ട്. പക്ഷെ അരപ്പ് കറക്റ്റാണ്. പുള്ളിലോട്ട് ചൂട് നിൽക്കും. വറുത്ത കറി വെച്ച് ഇത് മറ്റേ കറി വെച്ച് ഇന്നലെ വെച്ച കറിക്കകത്തുണ്ടല്ലോ മൊത്തം മീനും പൊടിഞ്ഞു പോയി. അമ്മ ഇവളും കൂടെ വെച്ചാൽ തോന്നുന്നു, ഞാൻ ഇല്ലായിരുന്നു ഇന്നലെ. അമ്മ വെച്ചാണോ? മൊത്തം പൊടിഞ്ഞു പോയി, മൊത്തം പൊടിഞ്ഞിരുന്നേ. ഇതാകുമ്പോഴത്തെ അങ്ങനെ പൊടിയത്തില്ല. പിന്നെ രാത്രി കൂട്ടാൻ വേണ്ടിയിട്ട് കറിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണത്തില്ലായിരിക്കും കേട്ടോ. ഞങ്ങൾക്കിവിടെ അംഗങ്ങൾ കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ രാത്രിത്തേക്ക് കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല സെറ്റായിട്ടുണ്ട്. ഞാനിതിൻ്റെ കൂടെ ഒരു ചക്കയാണെങ്കിൽ ഇട്ടതിന് ശേഷം അതൊന്ന് ഉടച്ചേറി വെക്കണമെന്നുണ്ടായിരുന്നു, ഒന്ന് അവിയൽ പോലെ വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയം കിട്ടിയില്ല. ഇപ്പം തന്നെ മണി 2:15 കഴിഞ്ഞു, 2:20 ഇപ്പം തന്നെ. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തായാലും കറിയും ചോറും വെച്ചിട്ടുണ്ട്. ചോറ് അമ്മ തിളപ്പിച്ചുവിട്ട് കൊണ്ട് തന്നു കേട്ടോ. കറി വെച്ചു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ഇന്ന് പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്നത്തെ ദിവസം. ഇനി തുണി കഴുകി നനച്ച് വെച്ചേക്കുന്നത്, അത് പോയി ഇനി എവിടെപ്പിഴഞ്ഞ് വേണം. ഇന്നലെ നനച്ച് വെച്ചാൽ ഇന്നലെ കഴുകാൻ സമയം കിട്ടിയില്ല. കുറച്ച് ഇന്നലെ കഴുകിയിട്ടേ ഉള്ളൂ, കുറച്ച് കഴിയാൻ വെച്ചേക്കുന്നു. അപ്പോൾ ഇന്ന് നല്ല മണമായിരിക്കും എന്തായാലും. അല്ലേ നമ്മളെ ഇന്നലെ നനച്ച് വെച്ച തുണി ഇന്നെടുക്കും. അപ്പോൾ ഞങ്ങളുടെ ഞാൻ കഴിച്ചില്ലേ ഇന്നലെ, ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നിങ്ങൾക്ക് ഇന്ന് ലഞ്ച് എന്താണെന്ന് പറയണേ. ഇന്ന് ഞങ്ങൾക്ക് കണ്ട നല്ല അടിപൊളി ഫ്രഷ് മത്തി വെച്ചുണ്ടാക്കിയ കറി കേട്ടോ. അപ്പോൾ ഈ മത്തിക്ക് വേറെന്തൊരു പേരാണ് ഇത് സത്യത്തിൽ മത്തി തന്നെ ഇതിന് പറയുന്നത്. എന്തോ കൊല മത്തിയോ എന്തോ അങ്ങനെ എന്തോ ഒരു പേരാ നാസി ഇന്നലെ പറഞ്ഞത്. അല്ല, കൊക്കോല മത്തി. എന്തോ സംഗതി. അപ്പം അതാണ് ഈ മത്തിയുടെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്ത് മീനാണ് കിട്ടിയെന്നുള്ളതും നിങ്ങളുടെ ലഞ്ച് എന്താണെന്നുള്ളതും പറയണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് കൂട്ടുകാരെ ബൈ.